2020 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ വോട്ടിംഗ് പാറ്റേൺ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയുടെ രംഗപ്രവേശത്തോടുകൂടി മാറി. പ്രശാന്ത് കിഷോറും അതുതന്നെ ഒവൈസിയും നടത്തുന്ന ശ്രമങ്ങൾ വോട്ട് പുലർത്താനാണെന്നും അത് BJPക്കും NDAക്കുമായിരിക്കും ആത്യന്തികമായി ഗുണം ചെയ്യുക എന്നുള്ള ഒരു വിചാരം അല്ലെങ്കിൽ പ്രചരണം ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇക്കുറി സജീവമാണ്. മജ്ലിസ് പാർട്ടി ഇക്കുറി എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ മജ്ലിസ് പാർട്ടിക്ക് എന്ത് പിന്തുണ അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലത്തും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മുസ്ലിം വോട്ടുകൾ. 17.7% ബീഹാറിലെ മുസ്ലിം ജനസംഖ്യ. മുസ്ലിം വോട്ട് ബാങ്ക് ഒരു കാലത്ത് RJD കോൺഗ്രസ് പാർട്ടികളുടെ കുത്തകയായിരുന്നു. പക്ഷേ ഈ സമീപകാലത്തൊക്കെ അതിൽ ചെറിയ വിള്ളലുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിക്കുന്നതിനായി എന്നോടൊപ്പം മനോജ് മേനോൻ ചേരുകയാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫാണ് മനോജ് മേനോൻ. മനോട്ട്, ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളലുണ്ട്. മുസ്ലിം വോട്ടുകൾ ബീഹാറിൽ എക്കാലത്തും നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, എക്കാലത്തും നിർണായകമാണ്. ഏറെക്കുറെ 40ഓളം മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് മുസ്ലിം സമുദായം. അതിൽ തന്നെ 24 മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിർണായകത വഹിക്കുന്നത് മുസ്ലിം സമുദായമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവേ ഈ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടുകളെ അവഗണിച്ചുകൊണ്ടൊരു രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മഹാസഖ്യത്തിനും RJDക്കും ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആകുന്നതും മുസ്ലിം വോട്ടുകളാണ്. പക്ഷേ 2020 സ്ഥിതിവിശേഷം കുറച്ച് വ്യത്യസ്തമാണ്. 2020 വരെ മുസ്ലിം വോട്ടുകൾ ഈ പറഞ്ഞ പോലെ മതേതര മുന്നണിക്ക്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മഹാസഖ്യത്തിന്, അല്ലെങ്കിൽ RJDക്ക് ആയിട്ട് കൃത്യമായിട്ട് വീണ്ടിരുന്ന വോട്ടുകളാണ്. കുറേ JDU ഏത് ഭാഗത്ത് നിന്നാലും JDUവിന് കിട്ടുമായിരുന്നു. JDUവിന് പ്രധാനമായിട്ടും ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള അതിപിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടാണ് ലഭിച്ചിരുന്നത്. അപ്പം മുസ്ലിം വോട്ടുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഈ പറഞ്ഞ പോലെ RJDക്കും അതുപോലെ തന്നെ JDUവിനും വോട്ട് ബാങ്കുകളായിരുന്നു. നമുക്കറിയാമല്ലോ ബാലു, ഈ MY ഫോർമുല അല്ലെങ്കിൽ മുസ്ലിം യാദവ് ഫോർമുലയാണ് പ്രധാനമായിട്ടും RJDയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ളത്. JDU അതുപോലെ തന്നെയാണ്. യാദവ് ഇതര വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ദളിതർ, അതിദളിതർ, മുസ്ലിങ്ങൾ, ഇതാണ് JDUവിൻ്റെയും വോട്ട് ബാങ്ക്. അപ്പോൾ ഇത് രണ്ട് പാർട്ടികൾക്കും മുന്നണി പ്രധാനമാണ്. BJPക്ക് മാത്രമാണ് മുസ്ലിം വോട്ട് ബാങ്ക് ഇല്ലാത്തതോ മുസ്ലിം വോട്ടുകളുടെ പിന്തുണ ഇല്ലാത്തതോ. അപ്പോൾ അതുകൊണ്ട് ഇക്കുറി 2020 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ വോട്ടിംഗ് പാറ്റേൺ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയുടെ രംഗപ്രവേശത്തോടുകൂടി മാറി. ഈ പരമ്പരാഗതമായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും സ്വത്വരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒവൈസി നടത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കാര്യമായ ചലനം, പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലെ 5 ജില്ലകളിലെ മണ്ഡലങ്ങൾ, അതിൽ 24 മണ്ഡലങ്ങളോളം വരും. അതിനകത്ത് കിഷൻഗഞ്ചാണ് 68% മുസ്ലിം പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് കിഷൻഗഞ്ച്. അപ്പോൾ അതടക്കമുള്ള മേഖലകളിൽ ഈ ഒവൈസിയുടെ ഇടപെടൽ ഈ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റിമറിച്ചു. അങ്ങനെ ഒവൈസി 5 സീറ്റുകളിൽ അവിടെ ജയിച്ചതോടുകൂടി കുറേ ജയിക്കുക മാത്രമല്ല, ബാക്കി കുറേ സീറ്റുകളിൽ വോട്ട് പിളർത്തുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് JDUവിനും അതുപോലെ തന്നെ NDAക്കും BJPക്കുമാണ്. ഈ NDA സഖ്യത്തിനാണ്. ഈ 2025 തെരഞ്ഞെടുപ്പിലും ഒവൈസിയുടെ പാർട്ടി ഒരു വോട്ട് കട്ടറായി മാറും. അതാണ് ഏറ്റവും പുതിയ ചോദ്യം. ഇപ്പോൾ സീമാഞ്ചൽ മേഖലയിൽ വരുന്ന ചോദ്യം ഏതാണ്? ഈ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2020 വലിയ ആവേശം ഉയർത്തി വന്ന ഒവൈസിയുടെ 5 MLAമാരിൽ 4 പേരും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ RJDയോടൊപ്പം ചേർന്നു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളൊരു ക്രെഡിബിലിറ്റി ലോസ് ഉണ്ട്. അതായത് ഇത്ര വലിയ കാർഡ് ഇളക്കിയാലും ഇത് ആത്യന്തികമായിട്ട് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാത്തൊരു സമീപനം ഒവൈസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു ആശങ്ക അതുണ്ടാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറും അതുതന്നെ ഒവൈസിയും നടത്തുന്ന ശ്രമങ്ങൾ വോട്ട് പുലർത്താനാണെന്നും അത് BJPക്കും NDAക്കുമായിരിക്കും ആത്യന്തികമായി ഗുണം ചെയ്യുക എന്നുള്ള ഒരു വിചാരം അല്ലെങ്കിൽ പ്രചരണം ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇക്കുറി സജീവമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇത്തവണ ഒവൈസി മഹാസഖ്യത്തിൽ ചേരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തേജസ്വി അത് സമ്മതിക്കാത്തതുകൊണ്ട് മഹാസഖ്യത്തിൽ ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് UPയിലെ ചന്ദ്രശേഖർ ആസാദും അതുപോലെ തന്നെ സ്വാമി പ്രസാദ് മൗര്യയും ചേർന്നിട്ടുള്ള 2 പാർട്ടികളെയും ചേർത്തിട്ട് ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മുന്നണി ഉണ്ടാക്കിയിട്ടാണ് ഇത്തവണ ഒവൈസി മത്സരിക്കുന്നത്. പ്രശാന്ത് കിഷോർ ആവട്ടെ 40 മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുസ്ലിം വോട്ട് ബാങ്കിനെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇക്കുറി NDAയുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയ ഒരു വർഷമാണിത്. 5 മുസ്ലിം സ്ഥാനാർത്ഥികളെ 243 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ 5 മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമേ NDA നിർത്തിയിട്ടുള്ളൂ. അതിൽ 4 സ്ഥാനാർത്ഥികൾ JDUവിൻ്റെയും 1 സ്ഥാനാർത്ഥി ചിരാഗ് പാസ്വാൻ്റെയാണ്. BJP മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണമാണ് ഇത്തുറി ഈ മേഖലകളിൽ BJPയും NDAയും ലക്ഷ്യമിടുന്നത്, JDUവും ലക്ഷ്യമിടുന്നത്.
മനോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ പലരുമുണ്ട്. ഹിന്ദുത്വ ഏകീകരണം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വോട്ട് ബാങ്കിൽ വിള്ളലും മറുഭാഗത്ത് ഏകീകരണം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഗുണം NDAക്കല്ലേ ഉണ്ടാകുക. ബാലു നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു ബാക്കി കൂടെ പറയാം. അതായത് ഈ മജ്ലിസ് പാർട്ടി ഇക്കുറി എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ മജ്ലിസ് പാർട്ടിക്ക് എന്ത് പിന്തുണ പിന്നെ അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. കഴിഞ്ഞ 2020 ലഭിച്ചതുപോലത്തെ ഒരു പിന്തുണ ഇക്കുറി ആ സമുദായത്തിൽ നിന്ന് ലഭിക്കുകയാണ് എങ്കിൽ അത് സ്വാഭാവികമായിട്ടും വോട്ട് പുലർത്തലേക്ക് കടന്നുപോകും. അതല്ല എങ്കിൽ വീണ്ടും ഈ വോട്ടുകൾ മഹാസഖ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വഖഫ് ബില്ലിൻ്റെ പിന്നെ വിഷയം, അതുപോലെ തന്നെ പൗരത്വ നിയമം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വളരെയധികം ചർച്ചാ വിഷയങ്ങളാണത്. ആ വിഷയങ്ങളെ JDUവും പിന്തുണച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് JDUവിൻ്റെ വോട്ട് ബാങ്കിലും പിന്നെ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ആ ചോർച്ചകളെല്ലാം തന്നെ ഒരുപക്ഷെ RJDക്ക് മഹാസഖ്യത്തിന് ഇക്കുറി ആ മേഖലയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അതെല്ലാം മറിച്ച് 2020 സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ വോട്ട് പുലർത്തൽ പിന്നെ ഇക്കുറിയും ആവർത്തിക്കപ്പെടും. ഏതായാലും മുസ്ലിം പിന്നെ വോട്ടുകൾ വളരെ നിർണായകമാണ്. പക്ഷേ മുസ്ലിം പ്രാതിനിധ്യം വേണ്ടത്ര സ്ഥാനാർത്ഥികൾക്കിടയിൽ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സ്ഥാനാർത്ഥികളെ മുസ്ലിം സമുദായത്തിന് നൽകിയിട്ടില്ല മുന്നണികൾ എന്നുള്ള പരാതിയും മുസ്ലിം സമുദായത്തിനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ മേഖല കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ വളരെ ക്രൂഷ്യലായിട്ട് മാറുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന വോട്ട് പാറ്റേൺ എൻ്റയർ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെയും ഭരണത്തെയൊക്കെ സ്വാധീനിക്കുകയും ചെയ്യും. മനോട്ട് പറഞ്ഞതുപോലെ മുസ്ലിം വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ്. പക്ഷേ ആ വോട്ട് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന് പലരും ശ്രമിക്കുന്നുണ്ട്. അത് അങ്ങനെ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. അല്ല എങ്കിൽ ഏറെക്കുറെ ബീഹാറിലെ മുസ്ലിങ്ങളുടെ പിന്തുണയുടെ കുത്തകാവകാശം RJDക്കും കോൺഗ്രസിനുമൊക്കെ അവകാശപ്പെടാൻ പറ്റും എന്നതാണ് യാഥാർത്ഥ്യം.